ബിടെക് ഇലക്ട്രോണിക്സ് ഫസ്റ്റ് ക്ലാസ്സോട് കൂടി പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും മികച്ച അവസരമായിരിക്കും ലെക്ചർ ഇൻ പോളിടെക്നിക് എന്ന് ഞാൻ പല വീഡിയോസുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ PSCയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമുള്ള നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെക്ചർ ഇൻ പോളിടെക്നിക്കിൽ നിങ്ങൾ അറിയേണ്ട മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാണ്. ലെറ്റ്സ് വെൽക്കം ടു എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു കാര്യം കൂടി, നമ്മൾ ഇതേപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എല്ലാത്തരം വീഡിയോസുകളും നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നത് നിങ്ങളൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് തന്നെ കാണുക. കാരണം ഞങ്ങൾ ഇതേപോലുള്ള വീഡിയോസുകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ലെക്ചർ ഇൻ പോളിടെക്നിക് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് ഇത്രയും കാലം ഞാൻ വീഡിയോസുകൾ ചെയ്യുന്ന സമയത്ത് പല ആളുകൾ ചോദിക്കലുണ്ടായിരുന്നു, സർ ഓൾറെഡി റാങ്ക് ലിസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് ഒരു നോട്ടിഫിക്കേഷൻ വരിക എന്നുള്ളത്. അപ്പം നമ്മൾ കൃത്യമായിട്ട് നിങ്ങളെടുത്ത് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് വരാനുള്ള സാധ്യതയെക്കുറിച്ച്. 2 വർഷം പൂർത്തിയായിട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ ഇനി 2026-ലും 2027-ലൊക്കെ ഉള്ള വേക്കൻസീസ് ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. അതെല്ലാം നികത്തുന്നതിന് വേണ്ടിയാണ് PSC എത്രയും പെട്ടെന്ന് തന്നെ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഒരു റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആകുന്നതിന് മുന്നേ വീണ്ടും ഒരു എക്സാമിനുള്ള നോട്ടിഫിക്കേഷൻ വരിക എന്ന് പറയുന്നത് ഇപ്പോൾ PSC ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ ഇലക്ട്രോണിക്സിലും മറ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഇലക്ട്രോണിക്സിൽ വന്നതുപോലെ തന്നെ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റിലും വരാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്ന കാര്യം എല്ലാ ബ്രാഞ്ചസുകാരും ആലോചിക്കുക. അപ്പൊ ഇലക്ട്രോണിക്സുകാർക്കാണ് ഈ ഒരു അവസരം വരുന്നത്. പിന്നെ ഇലക്ട്രിക്കൽ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പോസ്റ്റ് നമ്മൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിലുള്ള ആളുകൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയം പല ആളുകൾക്കുണ്ട്. അപ്പോൾ അത് ആദ്യമേ ഞാനൊന്ന് ക്ലിയർ ചെയ്യാണ്. ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ആളുകളിൽ നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് ബിടെക് ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ എന്തൊക്കെയാണ് നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. കാറ്റഗറി നമ്പർ ആയിട്ട് വന്നിരിക്കുന്നത് 720/2024 PSCയുടെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത മുഴുവൻ ആളുകൾക്കും ഈ ഒരു പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ കാണാവുന്നതാണ്, അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡിപ്പാർട്ട്മെന്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ്. പോസ്റ്റിന്റെ നെയിം ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പോളിടെക്നിക് ആണ്. ഓക്കെ, ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് പോളിടെക്നിക് ആണ്, ഗവൺമെന്റ് പോളിടെക്നിക് ആണ്. അതേപോലെ സ്കെയിൽ ഓഫ് പേ AICTന്റെ സ്കെയിൽ ഓഫ് പേ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 to 39 ആണ് ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത്. ഇത് നോട്ടിഫിക്കേഷനിലുള്ള നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഞാനിത് ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ ഉള്ളൂ. കാറ്റഗറി നമ്പർ അറിയാത്തവരൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. 720/2024 ആണ് കാറ്റഗറി നമ്പർ ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു ഏരിയ ആണ് ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ആ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ക്വാളിഫിക്കേഷൻ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആഫ്റ്റർ അണ്ടർഗോയിങ് എ റെഗുലർ കോഴ്സ് ഓഫ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡിഗ്രി കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക്, അതായത് BSc ഇലക്ട്രോണിക്സ് MSc ഇലക്ട്രോണിക്സ് എടുത്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എഞ്ചിനീയറിംഗ് എന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു കൺഫ്യൂഷനും വേണ്ട. ഇത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്. ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ബിടെക്കിന് നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് കമ്പൽസറി ആയിട്ട് വേണം. അത് ഓരോ യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ക്ലാസിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കുക. അപ്പോൾ ഇനി നോട്ട് ദാറ്റ് ബേസിക്സ് ക്വാളിഫിക്കേഷൻ ഫോർ ദ പോസ്റ്റ് അണ്ടർ ദ പ്രിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ്, ഈ ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് ഉദ്ദേശിച്ചത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് തന്നെയാണ് കേട്ടോ, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് ഈ ഡിഗ്രി എന്ന് മാത്രം കാണുന്ന സമയത്ത് ഒരുപാട് പേർക്ക് സംശയം വരും. അതായത് എന്താണ് ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് എന്ന് കാണുന്ന സമയത്ത് ഈ BSc ഇലക്ട്രോണിക്സുകാർക്ക് MSc ഇലക്ട്രോണിക്സുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ അവിടെയാണ് ഇതിൽ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് എന്ത് പറഞ്ഞിരിക്കുന്നത്, ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിലൊരു സംശയവും വേണ്ട, എഞ്ചിനീയറിംഗ് തന്നെയാണ്. ഡിഗ്രി ഇൻ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് ക്വാളിഫിക്കേഷനിലുള്ളത്. സോ ക്വാളിഫിക്കേഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ക്ലാസ് ആയിരിക്കണം. അതേപോലെ തന്നെ ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ബിടെക് ഇലക്ട്രോണിക്സ് ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്ക്. ഇനി ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ എന്ന് പറയുന്നത് 29 ജാനുവരി 29 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷെ അത്രയൊന്നും ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഡിലേ ചെയ്യരുത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ പഠിച്ചു തുടങ്ങുക. ഇനി ഉണ്ടാവാൻ സാധ്യതയുള്ള സംശയമാണ് നിങ്ങൾക്ക്, അതായത്
നമ്മളൊരു പോസ്റ്റിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന ഡൗട്ട് എന്ന് പറയുന്നത് ഇതിൽ എത്രത്തോളം വേക്കൻസീസ് വരാൻ സാധ്യതയുണ്ട്, നമുക്കിത് പഠിച്ചാൽ കിട്ടുമെന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് നടന്നിട്ടുള്ള എക്സാംസിൽ വന്നിരിക്കുന്ന ആ റാങ്ക് ലിസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ടോട്ടൽ അഡ്വൈസ് ഇതിനോടകം 95 പോയിട്ടുണ്ട് കേട്ടോ. നിങ്ങളിത് സ്ക്രീനിൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒന്നുകൂടി ഇതാണ്, ടോട്ടൽ ഇതിനോടകം 95 പോയിട്ടുണ്ട്. ഇനിയും ഒട്ടനേകം അവസരങ്ങൾ ഈ ലിസ്റ്റിൽ നിന്ന് തന്നെ വരാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ കൺഫേം ആയിട്ട് പറയാൻ പറ്റും, ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 100-ലധികം ആളുകൾക്ക് എന്ത് ചെയ്യാൻ പോവുകയാണ്, പോസ്റ്റിംഗ് ലഭിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് ഈ റാങ്ക് ലിസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ വരാനിരിക്കുന്ന എക്സാമിലും ഇതേപോലെ 100-ലധികം പോസ്റ്റുകളിലേക്കായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, അഡ്വൈസ് ലഭിക്കാൻ പോകുന്നത്. സോ ഒരു കാരണവശാലും നിങ്ങൾ ഈ അവസരം മിസ് ചെയ്യരുത്. ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥിക്ക് കേരളത്തിൽ ലഭിക്കാവുന്ന ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ലെക്ചർ ഇൻ പോളിടെക്നിക് എന്ന് പറയുന്നത്. ഒരു ടീച്ചിങ് ജോബിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്താണെന്ന് ഏറ്റവും കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഫാദർ ഒരു ടീച്ചറായിരുന്നു, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ടീച്ചറായിട്ടാണ്. അപ്പോൾ ഒരു ടീച്ചിങ് ജോബിന്റെ അതിൻ്റെ ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാംനെസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്നത് മറ്റേതൊരു ജോബിനെക്കാട്ടിലും മികച്ചതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം നിങ്ങളും ടീച്ചിങ് ജോബ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സോഷ്യൽ റെക്കഗ്നിഷൻ ലഭിക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ലെക്ചർ ഇൻ പോളിടെക്നിക് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി, നമ്മൾ ഈ ഒരു പോസ്റ്റിന്റെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ള എയ്ഡഡ് സ്കൂളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. ഈ എയ്ഡഡ് സ്കൂളുകളിൽ നമ്മൾ സാധാരണയായിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഒരു ഡൊണേഷൻ ഒക്കെ കൊടുത്തിട്ടാണ് ജോയിൻ ചെയ്യാറുള്ളത് അല്ലേ. ഒരുവിധം എയ്ഡഡ് കോളേജ് സ്കൂളുകളിലൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർക്ക് വാങ്ങിക്കുന്ന ഡൊണേഷൻ എന്ന് പറയുന്നത് 50 ലക്ഷം 60 ലക്ഷമൊക്കെയാണ്. സോ അതേ റാങ്കിൽ വരുന്ന ഒരു പോസ്റ്റാണ് നിങ്ങൾക്ക് ഈ എക്സാമിലൂടെ ലഭിക്കുന്നത്. ഞാൻ ഒരിക്കലും ഈ ഒരു പോസ്റ്റ് ഒരു 50 ലക്ഷം വാല്യൂ ഉള്ള ഒരു പോസ്റ്റ് ആണ് എന്നല്ല, അതിനേക്കാൾ വാല്യൂ ഉള്ള അത്രയും ഇൻവാല്യുബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് ലെക്ചർ ഇൻ പോളിടെക്നിക് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഇത് നിങ്ങൾക്ക് മുന്നിൽ ലഭിക്കുന്നത്. 2025 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ചെയ്യാൻ ലഭിക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഈ ഒരു പോസ്റ്റ്. നിങ്ങളുടെ ലൈഫ് ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയുന്നത്. അത്രയും മികച്ച അവസരങ്ങളുള്ള ഒരു നല്ല സാധ്യതയുള്ള ഒരു പോസ്റ്റിലേക്കാണ് ഞാൻ നിങ്ങളെ സജസ്റ്റ് ചെയ്യുന്നത്. സോ ലെക്ചർ ഇൻ പോളിടെക്നിക് എന്ന് പറയുന്ന പോസ്റ്റിന് ഒരിക്കലും വിട്ടുകൊടുക്കരുത്. നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് ബിടെക് ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ 2025 ഓരോ ദിവസങ്ങളും കൃത്യമായ പ്ലാനിങ്ങോടുകൂടി എഫക്റ്റീവായിട്ട് പഠിച്ചു തുടങ്ങുക. ഇനി നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള മറ്റൊരു സംശയമാണ് ഈ എക്സാം എന്ന് കണ്ടക്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ആൻസർ ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നോർമലി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് 6 മാസത്തിനുള്ളിലാണ് എക്സാം വരിക. പക്ഷേ നമുക്ക് കൃത്യമായിട്ട് എക്സാം കലണ്ടർ വരാൻ പോകുന്നുണ്ട്. നമ്മൾ ഈ നെക്സ്റ്റ് ഇയറിലേക്കുള്ള എക്സാം കലണ്ടർ നാളെയോ മറ്റന്നാളോ, അതായത് ജാനുവരിയിൽ നമുക്ക് ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആ കലണ്ടർ വന്നു കഴിഞ്ഞാൽ ഞാൻ റിവൈസ്ഡ് ആയിട്ടുള്ള കലണ്ടറും അതേപോലെ തന്നെ ഡേറ്റ്സുകളും നിങ്ങളിലേക്ക് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിലവിലെ സാഹചര്യത്തിൽ 6 മാസം എന്ന് പറയുന്ന ടൈം വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. സോ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക, നല്ല വിജയം കരസ്ഥമാക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.